തീർച്ചയായിട്ടും ഞാൻ ഒന്ന് പറയുന്നു, എന്റെ കൈവശം എല്ലാ രേഖകളുമുണ്ട്. എന്റെ കൈവശമുള്ള എല്ലാ രേഖകളും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട PB അബ്ദുൽ ബഹാവ് സാഹിബിന്റെ, ബഹുമാനപ്പെട്ട ഈറ്റിയുടെ BV പ്രകാശിന്റെ കയ്യിലുണ്ട്. നാസർ ശിഹാബ് തങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാവരുടെ കൈവശമുണ്ട്. SSLC ബുക്ക് എന്റെ കൈവശമുണ്ട്, ആധാറിന്റെ കൈവശമുണ്ട്, ഒറിജിനൽ ഐഡന്റിറ്റി കാർഡിന്റെ കൈവശമുണ്ട്, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, ആധാരമുണ്ട്. ഇതൊക്കെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ കൈവശമുണ്ടെങ്കിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ നാട് കടത്താൻ അധൈര്യമുള്ള ഒരു കുട്ടിയും ഇന്ത്യ ഭരിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്യാൻ മുന്നോട്ട് വന്നാൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തോക്കിലെ വെടിയുണ്ട വരുമ്പോ ആദ്യം AP ഉണ്ണികൃഷ്ണന്റെ നെഞ്ചിലേറ്റിട്ട് നിങ്ങൾക്ക് വെടിയുണ്ട ഏറ്റു എന്ന യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും, ഒരു സംശയം വേണ്ട. അതിനുവേണ്ടി ജീവൻ വെടിയാൻ, ഈ സമുദായത്തിന് വേണ്ടി ജീവൻ വെടിയാൻ എക്കാലത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഇന്ത്യ ഭരിക്കുന്ന ഏത് ഗവൺമെന്റ് ആയാലും, അത് RSS ആയാലും BJP ആയാലും, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ ഒന്നും ചെയ്യാൻ നിങ്ങൾ സാധിക്കില്ല. ഇവരെ നാട് കടത്തണമെങ്കിൽ കിഴക്കുതിക്കുന്ന സൂര്യൻ, പടിഞ്ഞാറസ്തമിക്കുന്ന സൂര്യൻ, ആ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമ്പോൾ മാത്രമാണ് ഈ സമൂഹത്തെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ച് കിഴക്കസ്തമിക്കുന്ന കാലത്തെ ഈ സമുദായത്തിന് മേൽ കൈവെക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടാവണം. ഇന്ത്യൻ കടല്, അറബിക്കടലിലെ തിരമാലകൾ എന്നാണോ നിൽക്കുന്നത്, എന്നാണോ ഓളമടിക്കാൻ നിൽക്കുന്നത്, അന്നേ ഈ സമുദായത്തിന്മേൽ കൈവെക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കൂ എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നിങ്ങൾക്കൊരു പോർലുമേൽക്കാതെ ഒന്നും സംഭവിക്കില്ല. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഒരുമിച്ച് പോകാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.